ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പത്തനംതിട്ടയിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി എത്തും. തുടർന്ന് അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യും. 2:30യോടെ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും. കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം തെലങ്കാനയിലേക്ക് തിരിക്കും. ശ്രീകുമാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും. ശ്രീത്ത്, പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്ന ഒരിക്കൽ കൂടി ഇത്തവണത്തെ വരവ് പൂർണ്ണമായും പ്രചാരണത്തിനായി മാത്രമാണ്. അതോടുകൂടി ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ പ്രചാരണത്തിന് കൂടുതൽ ശക്തി കൈവരും എന്ന് പാർട്ടി വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അവിടെ? പ്രജിൻ, ആദ്യമേ പറയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. എനിക്ക് കാണുന്ന ഈ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ജില്ലാ സ്റ്റേഡിയത്തിൽ, പത്തനംതിട്ട പബ്ലിക് സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വേദിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുക. എല്ലാവിധ സുരക്ഷകളും ഇവിടെ മുൻകരുതലുകളും ഒരുക്കിയാണ് പോലീസും അതുപോലെ തന്നെ SPGയും അടക്കം ഒരു സുരക്ഷാ വലയത്തിലാണ് പത്തനംതിട്ട. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം 1 മണിയോടുകൂടി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കായിരിക്കും പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. പ്രധാനമന്ത്രി വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അവിടെ വിമാനം ഇറങ്ങിയതിനു ശേഷം നേരെ പ്രമാടത്തേക്ക് വരും. അതിനുശേഷം അവിടെ നിന്ന് വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോടുകൂടി ആണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഏതാണ്ട് 4 കിലോമീറ്റർ ഈ പ്രദേശത്ത് മുതൽ ഈ സ്റ്റേഡിയം, പരിപാടി നടക്കുന്ന ഈ സ്റ്റേഡിയം വരെയുണ്ട്. സ്വാഭാവികമായി വലിയ സുരക്ഷാ മേഖലകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണെന്ന് പറയുമ്പോൾ പോലും BJPയുടെ മറ്റു സ്ഥാനാർത്ഥികൾ, അതായത് മാവേലിക്കരയിലെയും BDJSന്റെ സ്ഥാനാർത്ഥി, അതുകൂടാതെ കൊല്ലത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ പറയുന്നു. ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ഒരു പക്ഷേ ഇതിലുണ്ടായേക്കാം, ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഉണ്ടായേക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആരുടെയെങ്കിലും കൂടുമാറ്റമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഖ്യാപനമാണോ എന്നതൊന്നും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം BJP എല്ലാം സസ്പെൻസായി വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത്. ഏതാണ്ട് 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ കൊല്ലം അതുപോലെ തന്നെ കോട്ടയം അടക്കമുള്ള മേഖലകളിൽ നിന്ന് BJPയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വരുന്നു എന്ന് പറയുമ്പോൾ പോലും തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പത്തനംതിട്ട നഗരം ഏതാണ്ട് സുരക്ഷാ വലയത്തിലാണ്. ഇന്ന് നരേന്ദ്രമോദി എന്താണ് കേരളത്തിലെത്തി പറയാൻ പോകുന്നതെന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇടത് സർക്കാരിനെതിരായും അതുപോലെ തന്നെ കോൺഗ്രസിനെതിരായും രാഷ്ട്രീയ വിമർശനം തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഉന്നയിക്കുക എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. അതെന്ത് രാഷ്ട്രീയ വിമർശനമായിരിക്കും ഉന്നയിക്കുക എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെയും SPGയുടെയും ഒക്കെ വലിയ സുരക്ഷാ വലയം ഈ മേഖലയിലുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. SPGയുടെ ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ഡ്യൂട്ടിക്കായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതായത് പോലീസിൻ്റെ പൂർണ്ണമായ ഒരു സുരക്ഷ, അതിനപ്പുറത്തേക്ക് SPGയുടെ പൂർണ്ണമായ ഒരു സുരക്ഷ, അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കടുത്ത ചൂടാണ്. ആ ചൂടിനെ വകവയ്ക്കാതെ പ്രവർത്തകർ ഇങ്ങോട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് 1 മണിയോടാണ് പ്രധാനമന്ത്രി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ എത്തുക.